ദരിദ്രരുടെ വേദനകൾ ലഘൂകരിക്കാനും അനാഥരെ സംരക്ഷിക്കുവാനും അർഹരായ മനുഷ്യർക്ക് ജീവിതത്തിൽ തണൽ വിരിക്കാനുമായി ശ്രീമൂലനഗരം തണൽ പീസ് വാലി ഒരുങ്ങുകയാണ്. രാജ്യത്ത് വിഭവങ്ങൾ വളരെ പരിമിതമാണെന്നും മറ്റുള്ളവരെ അനുകമ്പയോടും കരുതലോടെയും പിന്തുണയ്ക്കുക എന്നത് ഔദാര്യത്തെക്കാൾ നമ്മുടെ ഉത്തരവാദിത്തവും കടമയും ആണെന്നും ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയതിൽ നിന്നും പങ്കിടുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ എന്നും ശ്രീമൂലനഗരം തണൽ പീസ് വാലി സംരംഭങ്ങളിലൊന്നായ ഗ്രാൻഡ്മ ടെസ്റ്റിറ്റ്യൂട്ട് ഹോമിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. പൊളിറ്റിക്കൽ ആൾക്കാർ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഇപ്പം 18 കോടി ജനസംഖ്യ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രയാസപ്പെട്ട് ഗ്രാമങ്ങളിലും എന്ത് കഴിക്കണം എന്നറിയാതെ പ്രയാസപ്പെട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഉറങ്ങേണ്ടി വന്നാൽ നമ്മുടെ പ്രയാസം അവർ വലിയ രീതിയിൽ സ്ത്രീകളും കുട്ടികളും ഏറ്റവും അവർ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. യോഗത്തിൽ തണൽ പീസ് വാലി ചെയർമാൻ MM അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. തണൽ സെക്രട്ടറി TI നാസർ പദ്ധതി വിശദീകരിച്ചു. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് ഓഫ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ O ആഷിറിന് രൂപരേഖ നൽകിക്കൊണ്ട് ആലുവ MLA അൻവർ സാദത്ത് പ്രകാശനം നിർവഹിച്ചു. നവാസ് മീരാൻ, നൂർ മുഹമ്മദ് സേട്ട്, NP ജോർജ്, ലത്തീഫ് കാസിം, AK നിഷാദ, VM ഷംസുദ്ദീൻ, KM മൂസ, ഹാജി KM പരീദ, ബിജു കർണൻ, VK ബീരാൻ, ഡോക്ടർ ഹൈദരലി, റോയൽ റഫീഖ്, സലീം ചന്ദിരൂർ, അഡ്വക്കേറ്റ് ഷബീർ, KK ബഷീർ, KP സുകുമാരൻ, മോഹൻ, VM സിറാജ്, KK ലത്തീഫ്, പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ, തണൽ പീസ് വാലി സെക്രട്ടറി PI സമദ, തണൽ പീസ് വാലി വൈസ് ചെയർമാൻ TS അമീർ തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.